ഹലോ എവരിവൺ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഒറിഗാമി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മളുടെ പറക്കുന്ന ഒരു പക്ഷി ഇതേപോലെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് പറക്കുന്ന ഒരു പക്ഷി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയാലോ. നമുക്ക് ഇതിന് ആവശ്യമുള്ളത് ഇങ്ങനെ ഒരു സ്ക്വയർ പേപ്പർ ആണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അതിനെ ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് മടക്കാം. അങ്ങനെ മടക്കിയതിന് ശേഷം ഒന്നുകൂടെ ക്രോസ് ആയിട്ട് മടക്കാം. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ക്രോസ് ആയിട്ട് മടക്കുക. എഡ്ജസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക കേട്ടോ, കാരണം നമുക്ക് അതിന്റെ ലൈൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണം. സോ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനെ നമ്മൾ നിവർത്താം. ഓക്കെ, നിവർത്തി കഴിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേപ്പറാണ് കിട്ടുക. സോ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇൻഡു ഷേപ്പിലും ലൈൻസ് കാണാൻ പറ്റും, ഇങ്ങനെ പ്ലസ് ആയിട്ടും ലൈൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു എഡ്ജ് ഇല്ലേ, അതിലേക്ക് ആ നടുവിലൊരു വര നമുക്ക് കാണാൻ പറ്റില്ലേ, അതിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് മടക്കാം. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ, കാരണം ഇതിന്റെ ലൈൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. ഓക്കെ, സോ ഇങ്ങനെ ഒരു മൂലയിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കാം. അതിനുശേഷം ഇപ്പുറത്തെ സൈഡും അതേപോലെ ഇതിന്റെ കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് ഒന്ന് മടക്കാം. ഓക്കെ, എഡ്ജസ് ഒക്കെ കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കുക, കറക്റ്റായിട്ട് ലൈൻ വരാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അതിനെ നമ്മൾ നിവർത്താം. ഇതേപോലെ അടുത്ത കോർണറില്ലേ, അവിടെയും ഇതേപോലെ നമ്മൾ ചെയ്യാം. കറക്റ്റായിട്ട് ആ നടുവിൽ വരുന്ന വരയിലോട്ട് മടക്കുക, ഇപ്പുറത്തെ സൈഡും മടക്കുക, അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള സൈഡും കൂടെ മടക്കുക. ഓക്കെ, കറക്റ്റായിട്ട് വരയൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണേ മടക്കാനായിട്ട്. എന്നിട്ട് അതും നിവർത്തുക. എന്നിട്ട് അടുത്ത കോർണർ എടുക്കുക. മൂന്നാമത്തെ കോർണറിലേക്ക് ഇതേപോലെ നടുവിലുള്ള വരയിലേക്ക് എത്തുന്നത് പോലെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും എഡ്ജസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്ന രീതിക്ക് നമ്മൾ മടക്കുക കേട്ടോ. നമ്മൾ പറക്കുന്ന ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ചധികം മടക്കുകൾ വരും. പേടിക്കേണ്ട കാര്യമില്ല, ഈസിയാണ്. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ദെൻ അതും നിവർത്തുക. എന്നിട്ട് നാലാമത്തെ സൈഡ്. ഓക്കെ, നാലാമത്തെ സൈഡിലേക്കും ഇതേപോലെ എന്ത് ചെയ്യുക, നടുവിൽ വരുന്ന വരയിലേക്ക് ഇപ്പുറത്തെ സൈഡും മടക്കുക. അതിനുശേഷം ഇപ്പുറത്തെ സൈഡും കറക്റ്റായിട്ട് മടക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് മടക്കണേ. മടക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം ഇതിന്റെ ലൈൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ശേഷമുള്ള മടക്കുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്, ഈ 4 കോർണറിലേക്കും ഇങ്ങനെ നടുവിലോട്ട് വരുന്ന രീതിക്ക് 2 സൈഡിൽ നിന്ന് മടക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിവർത്തുമ്പോൾ ഇങ്ങനെ കുറേ ലൈൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും, അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട്. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 കോർണേഴ്സ് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ 2 അറ്റത്തേക്ക് പിടിക്കുക. അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഒരറ്റത്തേക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ പകുതി വരെ മടക്കുക കേട്ടോ. ഇങ്ങനെ നടുവിലൊരു പ്രസ്, നടുവിലത്തെ ആ ഒരു ഡോട്ടിലേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ മടക്കുക. ഒരു സൈഡ് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെ പകുതി വരെ മടങ്ങുള്ളൂ, ഫുള്ളായിട്ട് മടങ്ങില്ല. ഇവിടെ കറക്റ്റായിട്ട് ഈ സെന്റർ പോയിന്റ് വരെ ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന, ഇപ്പൊ നമ്മൾ മടക്കിയതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സംഭവം അതിനെയും ഇതേപോലെ മടക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് മടക്കണേ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. പക്ഷെ നമുക്ക് ഇങ്ങനെ പൊങ്ങിയിട്ടല്ല വേണ്ടത്, ഇതിന്റെ സെന്റർ പോർഷൻ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, എന്നിട്ട് അതേപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുക. ശ്രദ്ധിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തത് ഈ 2 സൈഡും ഓപ്പോസിറ്റ് സൈഡ്സ് ഇങ്ങനെ സെന്ററിലേക്ക് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടെ ഇങ്ങനെ കറക്റ്റായിട്ട് മടങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു പോർഷൻ താഴോട്ട് മടക്കാം. എന്നിട്ട് തിരിച്ചു പിടിക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡും ഇതേപോലെ താഴോട്ട് മടക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഓരോന്നായിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവമാണ് കിട്ടുക. ഓക്കെ, 2 കാല് പോലത്തെ ഒരു സംഭവം കിട്ടും. ഇപ്പൊ നമ്മൾ ചെയ്തത് ഇങ്ങനെ ഉണ്ടായിരുന്ന സാധനത്തിനെ
ഇതിനെയും കൂടെ ഒരുമിച്ച് പിടിക്കുന്നു, ഇപ്പുറത്തെ സൈഡ് രണ്ടെണ്ണവും കൂടെ ഒരുമിച്ച് പിടിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. എന്നിട്ട് ഈ മുകളിലെ സാധനം താഴോട്ട് മടക്കുക, ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കുക കേട്ടോ. ഇവിടെയൊക്കെ എഡ്ജൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് താഴോട്ട് മടക്കുക. എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡും താഴോട്ട് മടക്കുക. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവമാണ് കിട്ടുക. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നിൽക്കുന്ന രണ്ടെണ്ണം ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം, ഒരു സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ രണ്ടാമത്തെ സൈഡ് ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പില്ലേ, ഇതിലോട്ടൊന്ന് കൈ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വലിക്കുക. ഓക്കെ, സോ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കൈ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബേർഡ് അവിടെ ഏകദേശം ശരിയായി. ഇനി ഇപ്പുറത്തെ ഈ വലിച്ചു പിടിച്ചതല്ലാത്തുള്ള സൈഡില്ലേ, നമ്മളിവിടെ ഇങ്ങനെ ഈ പ്രസ് ചെയ്ത് പിടിച്ച സൈഡില്ലേ, അതിന്റെ ഇവിടെ ചെറുതായിട്ടൊരു കൊക്ക് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഈ മുകളിലുള്ള ഭാഗം, അതായത് ഇങ്ങനെ ഷാർപ്പനായിട്ട് നിൽക്കുന്ന ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഷാർപ്പനായിട്ട് നിൽക്കുന്ന ഭാഗത്തിന് ഇങ്ങനെ താഴോട്ടൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒരു കൊക്ക് പോലെ ഒന്ന് മടക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്കതൊരു ഏകദേശം ഒരു കൊക്ക് പോലെ ഇങ്ങനെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടെ ബേർഡ് നമുക്കിവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിനെങ്ങനെ പറത്തുന്നത് നോക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു പോർഷനില്ലേ, ഈ ഒരു പോയിന്റ്, ഈ കൊക്ക് നമ്മൾ ചെയ്തതിന്റെ നേരെ താഴെയുള്ള പോർഷനിലോട്ട് കറക്റ്റായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതിന്റെ ഈ വാലില്ലേ, നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, വലിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വാലിനെ ഇവിടെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഫ്രണ്ടിലോട്ടും പുറകിലോട്ടും ഇങ്ങനെ ആക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ് പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. കാണുമ്പോൾ കുറച്ച് വരകൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബേർഡാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവാറുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.